സ്നേഹമുള്ളവരെ, ലോഗോസ് ബൈബിൾ ക്വിസ് 2025 17ാം എപ്പിസോഡിലേക്ക് നമ്മൾ കടക്കുകയാണ്. എഫേസ്യർക്കെഴുതിയ എഴുതിയ ലേഖനം 2-ാം അധ്യായമാണ് നമ്മുടെ ചിന്താവിഷയം. 30 ചോദ്യോത്തരങ്ങളാണ് ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുക. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ പരിശുദ്ധാത്മാവ് നമ്മളെ പ്രത്യേകമായിട്ട് നയിക്കട്ടെ. എല്ലാ ദൈവാനുഗ്രഹങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ എഫേസ്യർ 2-ാം അധ്യായത്തിൻ്റെ ആമുഖത്തിലേക്ക് കടക്കാം. ഈ അധ്യായം ദൈവകൃപയുടെ പരിവർത്തന ശക്തിയെ വ്യക്തമാക്കുന്നു. തങ്ങളുടെ പാപങ്ങളിൽ മരിച്ചവരെ ക്രിസ്തുവിൽ പൊതുജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു. ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവൃത്തികളുടെ ഫലമല്ല, വിശ്വാസത്തിലൂടെയുള്ള കൃപയുടെ ദാനമായാണ് രക്ഷയെ വിശേഷിപ്പിക്കുന്നത്. യഹൂദരെയും വിജാതിരെയും ഒരു പുതിയ മനുഷ്യത്വത്തിലേക്ക് അനുരഞ്ജിപ്പിക്കുകയും ശത്രുതയുടെ വിഭജനം അതിൽ ക്രിസ്തു എങ്ങനെ തകർത്തെന്ന് വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. യേശു തന്നെ മൂലക്കലായി അപ്പോസ്തലന്മാരുടെയും പ്രവാചകന്മാരുടെയും അടിത്തറയിൽ പണിത ദൈവഭവനത്തിൽ അംഗങ്ങളെന്ന നിലയിൽ വിശ്വാസികൾ സമാധാനത്തോടെ ജീവിക്കുവാനും അവൻ്റെ സ്നേഹം ഐക്യത്തിൽ പ്രതിഫലിപ്പിക്കുവാനും വിളിക്കപ്പെട്ടിരിക്കുന്നു. ചോദ്യോത്തരങ്ങൾ. ഒന്നാമത്തെ ചോദ്യം, എന്തുമൂലം ഒരിക്കൽ നിങ്ങൾ മൃതരായിരുന്നു എന്നാണ് എഫേസ്യർ 2:1 പൗലോസ് ലേഖ പറയുന്നത്? എന്തുമൂലം ഒരിക്കൽ നിങ്ങൾ മൃതരായിരുന്നു എന്ന്. ഉത്തരം, അപരാധങ്ങളും പാപങ്ങളും മൂലമാണ്. അതാണ് അതിൻ്റെ ഉത്തരം. രണ്ടാമത്തെ ചോദ്യം, അനുസരണക്കേടിൻ്റെ മക്കളിൽ പ്രവർത്തിക്കുന്ന അരൂപി ഏത്? അനുസരണക്കേടിൻ്റെ മക്കളിൽ പ്രവർത്തിക്കുന്ന അരൂപി ഏത് എന്നതാണ് രണ്ടാമത്തെ ചോദ്യം. അതിൻ്റെ ഉത്തരം, അന്തരീക്ഷ ശക്തികളുടെ അധീശൻ. എഫേസ്യർ 2:2. അന്തരീക്ഷ ശക്തികളുടെ അധീശൻ. മൂന്നാമത്തെ ചോദ്യം, നമ്മളും മറ്റുള്ളവരെ പോലെ സ്വഭാവേന ഡാഷിൻ്റെ മക്കളായിരുന്നു. എഫേസ്യർ 2:3 പൂരിപ്പിക്കാനാണ്. ഉത്തരം, ക്രോധത്തിൻ്റെ മക്കളായിരുന്നു. അതാണ് അതിൻ്റെ ഉത്തരം. നാലാമത്തെ ചോദ്യം, എഫേസ്യർ 2:4 ദൈവത്തെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെ? എഫേസ്യർ 2:4 ദൈവത്തെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെ? അതാണ് നാലാമത്തെ ചോദ്യം. ഉത്തരം, കരുണാസമ്പന്നനായ ദൈവമെന്നാണ് വിശേഷിപ്പിക്കുന്നത് എഫേസ്യർ 2:4. അഞ്ചാമത്തെ ചോദ്യം, നമ്മൾ പാപം വഴി മരിച്ചവരായിരുന്നിട്ടും കരുണാസമ്പന്നനായ ദൈവം നമ്മോട് കാണിച്ചതെന്ത്? ഉത്തരം, മഹത്തായ സ്നേഹം. എഫേസ്യർ 2:4. മഹത്തായ സ്നേഹമാണ് അവിടെ നമ്മളോട് കാണിച്ചത്. 6, നമ്മൾ പാപം വഴി മരിച്ചവരായിരുന്നിട്ടും കരുണാസമ്പന്നനായ ദൈവം നമ്മെ ജീവിപ്പിച്ചത് ആരോടുകൂടെ എന്നാണ് ആറാമത്തെ ചോദ്യം. ഉത്തരം, യേശുക്രിസ്തുവിനോടുകൂടെ. എഫേസ്യർ 2:4 യേശുക്രിസ്തുവിനോടുകൂടെ. അടുത്ത ചോദ്യം, യേശുക്രിസ്തുവിനോടുകൂടെ അവിടുന്ന് നമ്മെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ അവനോടുകൂടെ ഇരുത്തുകയും ചെയ്തു. എഫേസ്യർ 2:6 എന്ത് വ്യക്തമാക്കാനാണ് ദൈവം ഇപ്രകാരം ചെയ്തത്? ഉത്തരം, തൻ്റെ അപരിമേയമായ കൃപാസമൃദ്ധിയെ. എഫേസ്യർ 2:7 വാക്യം. എട്ടാമത്തെ ചോദ്യം, നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് എന്തിനാലാണ് എന്നാണ് എഫേസ്യർ 2:8 പറയുന്നത്? നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് എന്തിനാലാണ് എന്നാണ് എഫേസ്യർ 2:8 പറയുന്നത്? ഉത്തരം, വിശ്വാസം വഴി കൃപയാൽ. 9, അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. എഫേസ്യർ 2:8 ഏത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് പറയുന്നത്? ഉത്തരം, നിങ്ങളുടെ രക്ഷ. യുവർ സാൽവേഷൻ, നിങ്ങളുടെ രക്ഷ. 10ാമത്തെ ചോദ്യം, എഫേസ്യർ 2:10 അനുസരിച്ച് നാം ദൈവത്തിൻ്റെ എന്താണ്? എഫേസ്യർ 2:10 അനുസരിച്ച് നാം ദൈവത്തിൻ്റെ എന്താണ് ആണ് 10ാമത്തെ ചോദ്യം. ഉത്തരം, കരവേല. നാം ദൈവത്തിൻ്റെ കരവേലയാണ്. 11, നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയതെന്ത്? അതാണ് 11ാമത്തെ ചോദ്യം. ഉത്തരം, സത്പ്രവൃത്തികൾ. എഫേസ്യർ 2:10
സത്പ്രവൃത്തികളാണ്. എഫേസ്യസ് 2:10. 12-ാമത്തെ ചോദ്യം, എല്ലാവരും ക്രിസ്തുവിൽ ഒന്ന് എന്ന തലക്കെട്ട് കാണുന്ന അധ്യായമേത്? എല്ലാവരും ക്രിസ്തുവിൽ ഒന്ന് എന്ന തലക്കെട്ട് കാണുന്ന അധ്യായമേത്? അതിൻ്റെ ഉത്തരം എഫേസ്യസ് 2. എഫേസ്യസ് 2:2 ഈ തലക്കെട്ട് നമ്മൾ കാണുന്നത്. 13-ാമത്തെ ചോദ്യം, എഫേസ്യസുകാരെ അപരിച്ഛേദിതർ എന്ന് വിളിച്ചിരുന്നത് ആര്? എഫേസ്യസുകാരെ അപരിച്ഛേദിതർ എന്ന് വിളിച്ചിരുന്നത് ആര്? അൺസർക്കംസിഷൻ. ശരീരത്തിൽ കൈകൊണ്ട് പരിച്ഛേദനം ചെയ്യപ്പെട്ടവർ. എഫേസ്യസ് 2:11. ശരീരത്തിൽ കൈകൊണ്ട് പരിച്ഛേദനം ചെയ്യപ്പെട്ടവരാണ് അങ്ങനെ വിളിച്ചത്. 14, ഒരിക്കൽ വിദൂരസ്ഥരായ എഫേസ്യസുകാർ ഇപ്പോൾ സമീപസ്ഥരായിരിക്കുന്നത് എങ്ങനെ? ഒരിക്കൽ വിദൂരസ്ഥരായ എഫേസ്യസുകാർ ഇപ്പോൾ സമീപസ്ഥരായിരിക്കുന്നത് എങ്ങനെ? ഉത്തരം യേശുക്രിസ്തുവിൽ അവൻ്റെ രക്തം വഴി. എഫേസ്യസ് 2:13. യേശുക്രിസ്തുവിൽ അവൻ്റെ രക്തം വഴിയാണ് അവർ സമീപസ്ഥരായിരിക്കുന്നത്. 15, നമ്മുടെ സമാധാനം ആരെന്നാണ് പൗലോസ്ലീഹ വ്യക്തമാക്കുന്നത്? നമ്മുടെ സമാധാനം ആരെന്നാണ് പൗലോസ്ലീഹ വ്യക്തമാക്കുന്നത്? ഉത്തരം യേശുക്രിസ്തു. എഫേസ്യസ് 2:14. യേശുക്രിസ്തു ആണ് നമ്മുടെ സമാധാനം. 16, ഇരുകൂട്ടരെയും ഒന്നിപ്പിച്ച യേശുക്രിസ്തു എന്താണ് തകർത്തത്? ഇരുകൂട്ടരെയും ഒന്നിപ്പിച്ച യേശുക്രിസ്തു എന്താണ് തകർത്തത്? അതിനുത്തരം ശത്രുതയുടെ മതിലുകളാണ് തകർത്തത്. എഫേസ്യസ് 2:14. കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ആധിപത്യം യേശു ഇല്ലാതാക്കിയത് എന്തിലൂടെ? കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ആധിപത്യം യേശു ഇല്ലാതാക്കിയത് എന്തിലൂടെ? തൻ്റെ ശരീരത്തിലൂടെ. എഫേസ്യസ് 2:15. തൻ്റെ ശരീരത്തിലൂടെ. 18-ാമത്തെ ചോദ്യം, എഫേസ്യസ് 2:1 അനുസരിച്ച് വിദൂരസ്ഥരായിരുന്നവരോടും സമീപസ്ഥരായിരുന്നവരോടും യേശു പ്രസംഗിച്ചത് എന്ത്? യേശു എന്താണ് പ്രസംഗിച്ചിരുന്നത് വിദൂരസ്ഥരോടും സമീപസ്ഥരോടും? ഉത്തരം സമാധാനം ആണ് യേശു പ്രസംഗിച്ചിരുന്നത്. അടുത്ത ചോദ്യം 19, ഒരേ ആത്മാവിൽ ഇരുകൂട്ടർക്കും പിതാവിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കാൻ സാധിക്കുന്നത് ആരിലൂടെ? ഒരേ ആത്മാവിൽ ഇരുകൂട്ടർക്കും പിതാവിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കാൻ സാധിക്കുന്നത് ആരിലൂടെ? ഉത്തരം യേശുവിലൂടെ. എഫേസ്യസ് 2:18. യേശുവിലൂടെയാണ് അങ്ങനെ സാധിക്കുന്നത്. എഫേസ്യസ് 2:18 വാക്യം. 20-ാമത്തെ ചോദ്യം പൂരിപ്പിക്കുക. ഇനിമേൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല, സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ്. എഫേസ്യസ് 2:19. സഹപൗരരും. അവിടെ വിശുദ്ധരുടെ സഹപൗരരും. വിശുദ്ധരുടെ, അതാണ് എൻ്റെ ഉത്തരം. വിശുദ്ധരുടെ സഹപൗരരും. എന്താകുന്ന അടിത്തറമേൽ പണിതുയർത്തപ്പെട്ടവരാണ് നിങ്ങൾ എന്നാണ് പൗലോസ്ലീഹ എഫേസ്യസുകാരോട് പറയുന്നത്? 21-ാമത്തെ ചോദ്യം, എന്താകുന്ന അടിത്തറമേൽ പണിതുയർത്തപ്പെട്ടവരാണ് നിങ്ങൾ എന്നാണ് പൗലോസ്ലീഹ എഫേസ്യസുകാരോട് പറയുന്നത്? ഉത്തരം അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേൽ. അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേലാണ് പണിതപ്പെട്ടത്. എഫേസ്യസ് 2:20 ക്രിസ്തുവിനെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെ? എഫേസ്യസ് 2:20 ക്രിസ്തുവിനെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെ? ഉത്തരം അടിത്തറയുടെ മൂലക്കല്ലായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. അടിത്തറയുടെ മൂലക്കല്ലായി. 23, ക്രിസ്തുവിൽ സമന്വയിക്കപ്പെട്ടിരിക്കുന്നത് എന്ത്? ക്രിസ്തുവിൽ സമന്വയിക്കപ്പെട്ടിരിക്കുന്നത് എന്ത്? ഉത്തരം ഭവനമൊന്നാകെ. എഫേസ്യസ് 2:21. 24, പരിശുദ്ധാത്മാവിൽ ദൈവത്തിൻ്റെ വാസസ്ഥലമായി നിങ്ങളും അവനിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അധ്യായവും വാക്യവും സൂചിപ്പിക്കുക. പരിശുദ്ധാത്മാവിൽ ദൈവത്തിൻ്റെ വാസസ്ഥലമായി നിങ്ങളും അവനിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഉത്തരം എഫേസ്യസ് 2:22. അവസാനത്തെ വാക്യമാണിത്. എഫേസ്യസിൻ്റെ 2-ാം അധ്യായത്തിൽ 2:22. 25-ാമത്തെ ചോദ്യം, എഫേസ്യസ് 2 പരിശുദ്ധ ത്രിത്വത്തെ പരാമർശിക്കുന്ന വചനഭാഗം ഏത്? എഫേസ്യസ് 2 പരിശുദ്ധ ത്രിത്വത്തെ പരാമർശിക്കുന്ന വചനഭാഗം. 2 ഭാഗമുണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. എഫേസ്യസ് 2:18, 2:22. 2:18, 2:22 ഈ 2 ഭാഗങ്ങളാണ് ത്രിത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. വിദൂരസ്ഥരായിരുന്ന നിങ്ങളോടും സമീപസ്ഥരായിരുന്ന ഞങ്ങളോടും അവൻ സമാധാനം പ്രസംഗിച്ചു. എഫേസ്യസ് 2:17. സമാന വചനഭാഗം ഏത് എന്നാണ് ചോദ്യം. ഉത്തരം ഏഷ്യ
57:19. ഏശയ്യ 57:19 അതാണ് സമാന വചനഭാഗം. അടുത്തത് പൂരിപ്പിക്കുക. ദൈവത്തിൻ്റെ വാസസ്ഥലമായി നിങ്ങളും അവനിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എഫേസ്യസ് 2:22 പൂരിപ്പിക്കാനാണ്. ദൈവത്തിൻ്റെ വാസസ്ഥലമായി. ഉത്തരം പരിശുദ്ധാത്മാവിൽ ദൈവത്തിൻ്റെ വാസസ്ഥലമായി. പരിശുദ്ധാത്മാവിലുള്ള വാക്കാണ് അവിടെ വരുന്നത്. അടുത്ത ചോദ്യം 28. എഫേസസ് 2 പ്രവൃത്തികളുടെ ഫലമല്ല എന്ന് പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? എഫേസസ് 2 പ്രവൃത്തികളുടെ ഫലമല്ല എന്ന് പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? അതാണ് 28ാമത്തെ ചോദ്യം. ഉത്തരം രക്ഷയെക്കുറിച്ച്. എഫേസസ് 2:9 രക്ഷയെക്കുറിച്ചാണ് ഇങ്ങനെ പറയുന്നത്. എഫേസസ് 2:9 അത് കാണുന്നു, പ്രവൃത്തികളുടെ ഫലമല്ല എന്ന് പറയുന്നത്. 29. എന്തിനു വേണ്ടിയാണ് യേശുക്രിസ്തുവിൽ നാം സൃഷ്ടിക്കപ്പെട്ടത്? എന്തിനു വേണ്ടിയാണ് യേശുക്രിസ്തുവിൽ നാം സൃഷ്ടിക്കപ്പെട്ടത്? അതിൻ്റെ ഉത്തരം സത്പ്രവൃത്തികൾക്കായി. എഫേസസ് 2:10 സത്പ്രവൃത്തികൾക്കായാണ് നമ്മൾ യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടത്. അവസാനത്തെ ചോദ്യം 30. അപരിച്ഛേദിതർ എന്ന് വിളിക്കപ്പെട്ടിരുന്നത് ആര്? അപരിച്ഛേദിതർ എന്ന് വിളിക്കപ്പെട്ടിരുന്നത് ആര്? അതാണ് 30ാമത്തെ ചോദ്യം. അതിൻ്റെ ഉത്തരം വിജാതിയർ. എഫേസസ് 2:11 വിജാതിയറാണ് അങ്ങനെ വിളിക്കപ്പെട്ടിരുന്നത്. എഫേസസ് 2 ഉൾക്കാഴ്ചകൾ. എഫേസസ് 2 രക്ഷയിൽ ദൈവത്തിൻ്റെ കൃപ ഉയർത്തിക്കാട്ടുന്നു. നാം രക്ഷിക്കപ്പെടുന്നത് പ്രവൃത്തികളുടെയല്ല വിശ്വാസത്തിലൂടെയാണെന്ന് ഊന്നി പറയുന്നു. അത് ദൈവത്തിൽ നിന്നുള്ള ദാനമായി മാറുന്നു. ക്രിസ്തു എല്ലാ ആളുകളെയും ഒന്നിപ്പിക്കുന്നു. തടസ്സങ്ങൾ തകർത്ത് മനുഷ്യരാശിയെ ദൈവവുമായി അനുരഞ്ജിപ്പിക്കുന്നു. വിശ്വാസികൾ ഇപ്പോൾ അപരിചിതരല്ല, മറിച്ച് ദൈവഭവനത്തിലെ അംഗങ്ങളാണ്. കൃതജ്ഞതയോടെ ജീവിക്കാനും ഐക്യം ഉൾക്കൊള്ളുവാനും ദൈവത്തിൻ്റെ വിശുദ്ധ സമൂഹത്തിൻ്റെ ഭാഗമായി നമ്മുടെ വ്യക്തിത്വം തിരിച്ചറിയാനും ഈ അധ്യായം നമ്മെ ക്ഷണിക്കുന്നു. ഇതൊക്കെയാണ് നമുക്ക് എഫേസസ് 2 ഉൾക്കാഴ്ചകളായിട്ട് കാണിക്കുവാൻ സാധിക്കുന്നത്. May God bless you all. Thanks for watching. Don't forget to like, share and subscribe. Let's spread the word. See you in the next edition. നമ്മൾ അടുത്ത എഡിഷനോടുകൂടി വരുന്നതുവരെ ഇറ്റ്സ് ഗുഡ് ബൈ ഫ്രം ജോസഫ് for JJ Logos 316. Thank you so much.